ഭാഷയിൽ ആയിരിക്കണം നാം മന്ത്രിക്കേണ്ടത്. എപ്പോൾ ഖുർആൻ ഓതിയിട്ടാണ് മന്ത്രിക്കുന്നതെങ്കിൽ ഖുർആൻ അറബിയിൽ തന്നെ ഓതണം. അപ്രകാരം റസൂലുള്ള പഠിപ്പിച്ച പ്രാർത്ഥനകൾ അറബിയിൽ തന്നെ ഓതണം. അപ്പോൾ അതാണ് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ അസ്മാകൾ സിഫാത്തുകൾ പറയുമ്പോൾ പരമകാരുണികനും കരുണാനിധിയുമായ റബ്ബേ എന്ന് പറയുന്നതിന് പകരം റഹ്മാൻ റഹീമായ റബ്ബേ എന്ന് പറയലാണ് നല്ലത്. നല്ലതെന്നല്ല, അതാണ് വേണ്ടത്. കാരണം അള്ളാഹുവിൻ്റെ ആ അസ്മാകൾ അറബി ഭാഷയിൽ പറയുമ്പോൾ ഉണ്ടാകുന്ന ഗാംഭീര്യത എപ്പോഴില്ല, വേറെ ഏത് ഭാഷയിലേക്ക് പറയുമ്പോഴുമില്ല. അതുകൊണ്ട് ഞാൻ വർക്ക് ചെയ്യുന്നതായ ഖുർആൻ പ്രിൻറ്റിംഗ് കോംപ്ലക്സിൽ അവിടെയുള്ളതായ പരിഭാഷകളിലെല്ലാം ഇപ്പോൾ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പരിശോധിച്ച മലയാള ഭാഷയിലുള്ള പരിഭാഷയുണ്ടല്ലോ, നിങ്ങൾക്കൊക്കെ അറിയുന്ന പരിഭാഷ, അതിലത് ചെയ്തു കഴിഞ്ഞു. ദൈവം എന്ന പദം മാറ്റി, അതിന് പകരം അള്ളാഹു എന്ന്. കാരണം എല്ലാവരും അള്ളാഹിനെ പരിചയപ്പെടട്ടെ. ആരാണ് ലോകത്ത് അള്ളാഹ് എന്ന പദം അറിയാത്ത വ്യക്തി? ഏതാ മുസ്ലിമിനും അറിയാം അള്ളാഹു എന്നതല്ലേ. അതുകൊണ്ട് നീ അവൻ്റെ ഭാഷയിൽ അവൻ പറയുന്ന ദൈവം എന്ന് പറയുമ്പോൾ അള്ളാഹ് എന്ന് പറയുന്ന പദത്തിൻ്റെ പ്രത്യേകത അതിലില്ല. അത് ലോകത്തിലുള്ള ഏത് ഗോഡ് എന്ന് പറഞ്ഞാലുമില്ല, ഹുദ എന്ന് പറഞ്ഞാലുമില്ല, ഏത് ഭാഷയിൽ പറഞ്ഞാലുമില്ല. അത് അള്ളാഹു എന്ന ആ അറബി പദം തന്നെ പറയണം. അള്ളാഹു ലാ ഇലാഹ ഇല്ലാഹുൽ ഹയ്യുൽ ഖയ്യൂം. അത് പറയുമ്പോഴാണ് അള്ളാഹ് എന്ന് പറയുമ്പോൾ സഹീലുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധം ചെയ്ത് ക്ഷീണിച്ചു വൃക്ഷത്തിന് താഴെ കിടക്കുക. അപ്പോൾ ഒരു അമുസ്ലിമിന് നല്ല രസം തോന്നി. എല്ലാവരും കൊല്ലാൻ കാത്തിരിക്കുന്ന മനുഷ്യനല്ല അവിടെ കിടക്കുന്നത്. അവരുടെ വാളാണെങ്കിൽ മീത്ത് കെട്ടി തൂയിരിക്കുകയാണ്. വന്നു എന്നിട്ട് വാളെടുത്തു. റസൂലുള്ളാഹിൻ്റെ സ്വഭാവം, റസൂലുള്ളാഹിനെ കുറിച്ച് നമ്മൾക്കറിയാം. അവരുടെ കണ്ണുറങ്ങും, എന്തുറങ്ങൂല? ഹൃദയം ഉറങ്ങൂല, കണ്ണേ ഉറങ്ങുള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വാളെടുത്തപ്പോൾ നോക്കിയപ്പോൾ ഉണർന്നു എന്ന് മൂപ്പര് കണ്ടു. ചോദിച്ചു, മൻ യംനഉനി മിൻക്, മൻ യംനഉക മിന്നി, എന്നെ തൊട്ട് നിങ്ങളെ തടയുന്ന ആളാരാണ്? അഥവാ ഞാനിപ്പോൾ നിങ്ങളെ കൊല്ലുകയാണെങ്കിൽ ആരാ തടയാൻ? ആർക്കാണ് തടയാൻ പറ്റുക? നിങ്ങൾ കിടക്കുകയാണ്, ഞാൻ നിൽക്കുകയാണ്, എൻ്റെ കൂടെ ആയുധമുണ്ട്, നിങ്ങളുടെ കൂടെ ആയുധമില്ല. നല്ല ചാൻസ് അല്ലേ? ചോദ്യം നല്ല പ്രസക്തിയുള്ള ചോദ്യമല്ലേ? റസൂലുള്ളാഹി എന്താ പറഞ്ഞത്? അല്ലാഹ്. ഒറ്റൊരു വാക്ക് വറച്ചു. അവരുടെ വാളും നിലംപതിച്ചു. പിന്നെ വേറെ ഹദീസുകളിൽ കാണുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രസത്തിന് വേണ്ടി ഞാനിപ്പോൾ കൊല്ലുകയാണെങ്കിൽ ആരാ തടയാണെന്ന് ചോദിച്ചു എന്ന്. അത് ഇപ്പറഞ്ഞ ആദ്യം കേട്ട ഭാഗത്തിൽ സഹീഹ് ഹദീസിൽ ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ അദ്ദേഹം നിങ്ങൾ എന്നെ ക്ഷമിക്കലല്ലാതെ മറ്റൊന്നുമില്ല എന്ന് പറഞ്ഞു എന്നാണ്. ഏതായാലും അയാളെ കൊല്ലപ്പെട്ടിട്ടില്ല, പകരം ചോദിക്കപ്പെട്ടിട്ടില്ല, മടങ്ങി പോവുകയും ചെയ്തു. റസൂലുള്ളാഹിൻ്റെ സ്വഭാവത്തിൽപ്പെട്ടതല്ല സ്വന്തം ശരീരത്തിന് വേണ്ടി പകരം ചോദിക്കൽ. റസൂലുള്ളാഹി മരണം വരെ അവരുടെ സ്വന്തം പ്രശ്നത്തിന് വേണ്ടി ആരെങ്കിലും ചീത്ത പറയുന്നതിന് പകരം ചീത്ത പറയുകയോ ആരും അടിച്ചതിന് അടിക്കുകയോ ഇല്ല, റസൂൽ ചെയ്തിട്ടില്ല. റസൂലുള്ളാഹിൻ്റെ മുഖം നോക്കി തുപ്പിയ ആരാണത്? റസൂലുള്ളാഹിൻ്റെ മുഖം നോക്കി തുപ്പിയ വ്യക്തി മറന്നു. വളരെ പഴക്കമുള്ള കഥയാണല്ലേ. ഉഖ്ബത്ത് ബിൻ അബി മുഅയ്ത്ത്. ആരാണ്? ഉഖ്ബത്ത് ബിൻ അബി മുഅയ്ത്ത് ലഅനത്തുല്ലാഹി അലൈഹി. പകരം ചോദിച്ചിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴെങ്കിലും ശത്രുക്കൾക്കെതിരിൽ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹുമായി നടത്തുന്നതായ മുനാജാത്തിൽ കോട്ടം തട്ടുമ്പോഴാണ്. മനസ്സിലായില്ലേ? അതെ, റസൂലുള്ളാഹിയുടെ തലയുടെ മീതെ, കഴുത്തിൻ്റെ മീതെ കൊടൽ, എന്തിൻ്റെ കൊടൽ? ഒട്ടകത്തിൻ്റെ കൊടൽ കൊണ്ട് വലിച്ചെറിയപ്പെട്ടപ്പോൾ ഫാത്തിമ ഓടി വന്ന്, കുട്ടിപ്രായം, ഓടി വന്നത് വലിച്ച് ദൂരപ്പെടുത്തി അവരാൽ സാധിക്കുന്ന രൂപത്തിൽ ശകാരിച്ചു, ചീത്ത പറഞ്ഞു ആ കൗമിനെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനോട് സംസാരിക്കുന്ന വേളയിലാണ് ഈ സംഭവിച്ചത്. കൊണ്ട് ആ ഓർഡർ കൊടുത്ത വിഭാഗത്തിൻ്റെ പേരെടുത്തിട്ട് അലൈക ബി അബി ജഹൽ, അലൈക ബി ഉത്ബ, അലൈക ബി ഷൈബ, അലൈക ബി റബിയ, ആ പേരെണ്ണി പറയാണ്. ഇന്നാളെ നീ പിടിച്ചോ, ശിക്ഷിച്ചോ റബ്ബേ എന്ന് റിപ്പോർട്ടകൻ പറയുന്നു. റസൂല് കൈകൊണ്ട് എണ്ണിപ്പറഞ്ഞ ഓരോ വ്യക്തികൾ നിലം പതിച്ച് ബദറിലുള്ളതായ പൊട്ടക്കിണറിൽ വീണതായിട്ട് ഞങ്ങൾ കണ്ടിരുന്നു. ഏതാനും മാസങ്ങൾ, കൊല്ലങ്ങൾ കഴിഞ്ഞപ്പോൾ അവരുടെ കഥ കഴിഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ ആ രൂപത്തിൽ ദ്രോഹിച്ച. അതുപോലെ എവിടെ റസൂൽ 2-3 തവണയാണ് ഖുനൂത്ത് ഓതിയതും പ്രാർത്ഥിച്ചതായ കഥകളൊക്കെ പറയുന്നത്. അവിടെയെല്ലാം പ്രശ്നം എവിടെയാണ്? ഉമ്മത്തുകൾക്ക് വേണ്ടി, സഹാബാക്കൾക്ക് എതിരിൽ ഗൂഢാചരണം നടത്തപ്പെട്ടപ്പോൾ, വഞ്ചിക്കപ്പെട്ടപ്പോൾ ഒക്കെയാണ്.
അപ്പോൾ നാം പറഞ്ഞു ഇസ്ലാം വിരോധിച്ചതായ ചികിത്സകൾ പാടുള്ളതല്ല. ഇത് കേട്ടപ്പോൾ ഒരു സഹോദരനോ സഹോദരിക്കോ ചോദിക്കാൻ പൂതി, എന്താണ് അവരുടെ അയൽവാസിയായ ജ്യോത്സ്യക്കാരനുണ്ട്, അവരുടെ വീട്ടിൽ നിന്നിട്ട് ഭക്ഷണം കൊണ്ടുവന്നാൽ കഴിക്കാമോ? ജ്യോത്സ്യത്തിലൂടെ തന്നെ സമ്പാദിച്ചെടുത്തതായ ഭക്ഷണമെന്ന് ഉറപ്പുണ്ടെങ്കിൽ കഴിക്കരുത്. അല്ലാതെ ഒരു മനുഷ്യൻ ജീവിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഹലാലായ സമ്പാദ്യമുണ്ടാകും, ഹറാമായ സമ്പാദ്യമുണ്ടാകും, എല്ലാം ഹറാമായിക്കോളണമെന്നില്ല. മനസ്സിലല്ലേ? അത് നാം ഓണത്തിനെ കുറിച്ച് പറയുമ്പോൾ ക്രിസ്തുമസ്, ഈ ദിവസത്തിൽ ക്രിസ്തുമസിൻ്റെ പേരിൽ ചോദിക്കപ്പെടാറുണ്ട്. ക്രിസ്തുമസിനെ കുറിച്ച് പറയുമ്പോഴൊക്കെ നാം പറയാറുണ്ട്, ഏത് അമുസ്ലിം വിഭാഗം ആരായിരുന്നാലും വിരോധമില്ല, അവരവരുടെ മതത്തിൻ്റെ ചടങ്ങിലൂടെ ഉണ്ടാക്കപ്പെട്ട ഭക്ഷണങ്ങളാണെങ്കിൽ അത് നാം കഴിക്കാൻ പാടില്ല. അവരോടും അവരുടെ ആദർശത്തോടും ഉള്ള ആ വെറുപ്പ് നാം പ്രകടമാക്കണം. അത് നാം കഴിക്കാൻ പാടില്ല. അത് കഴിക്കൽ ഹറാമാണ്. അപ്പോൾ ജ്യോത്സ്യക്കാരൻ അവൻ്റെ ആ ജ്യോത്സ്യത്തിലൂടെ സമ്പാദിച്ച് തന്നെയാണ് അദ്ദേഹം കൊടുത്തയച്ചതായ ഭക്ഷണമെന്ന് ഉറപ്പുണ്ടെങ്കിൽ അത് കഴിക്കാൻ പാടുള്ളതുമല്ല എന്നാണ് ആ ചോദ്യത്തിന് മറുപടി. നമ്മുടെ വിഷയത്തോട് ബന്ധമുള്ള ചോദ്യമായതുകൊണ്ട് തന്നെയാണ് പെട്ടെന്ന് ഞാൻ മറുപടി നൽകിയത്. ഇതിന് ഞാൻ മറുപടി നൽകി കഴിഞ്ഞിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തതയ്യുർ എന്നതിനും ഫഅലി എന്നതിൻ്റെ ഇടയിലുള്ള ചേഞ്ച് എന്താണ്? തതയ്യുർ എന്ന് പറഞ്ഞാൽ നന്മ തിന്മ പക്ഷിയുടെ ലക്ഷണം നോക്കലിലൂടെയാണ് എന്ന വിശ്വാസത്തിലൂടെ ഉണ്ടാകുന്നതാണ്. ഫഅൽ എന്ന് പറഞ്ഞാൽ ശുഭലക്ഷണം. എന്തെങ്കിലും ഒരു നല്ല കാര്യം കാണുമ്പോൾ സന്തോഷമുണ്ടാവുക ഹൃദയത്തിൽ, അത് സ്വാഭാവികമാണ് ശുഭലക്ഷണം മനുഷ്യനുണ്ടാവുക എന്നത്. മനസ്സിലായില്ലേ? എന്നല്ലാതെ അതിൽ ഖദാനോ ഖദറിനോ എതിരിലോ ഒരു പുതിയ കാര്യങ്ങൾ നന്മകൾ അതിലൂടെ ഉണ്ട് എന്ന വിശ്വാസമോ അതിലില്ല. തതയ്യുറിൽ അതല്ല കേൾക്കാൻ പോകുന്നത് പോലെ. ഇപ്പോൾ ക്ലാസ്സിൽ പറഞ്ഞ നല്ല ആളെ രാവിലെ കണി കാണല അങ്ങനെ ഉണ്ട് നമ്മുടെ നാട്ടിൽ. കണി കാണലുമായി ബന്ധമുണ്ടോ വിശദീകരിക്കാം? ഇല്ല, അത് ഇതുമായിട്ട് ബന്ധമില്ല. അതൊരു വസ്വാസായി മാറും. പിന്നെ എപ്പോൾ എന്തെങ്കിലും നല്ല കാഴ്ച കണ്ടാൽ അപ്പോളാ എന്നാ വേണ്ട. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി പച്ച സിഗരല്ല എന്ന് കണ്ടപ്പോൾ കാറ് ബാക്കിൽ അവിടെ വെച്ചു, വേണ്ട ഏതായാലും ഈ പോക്ക് വേണ്ട, യൂ ടേൺ എടുത്ത് ബാക്കിൽ പോയി വീട്ടിലേക്ക്. ഏതായാലും പച്ച വന്നില്ല സിഗരൽ, അതുകൊണ്ട് പോകാൻ പറ്റില്ല. അപ്പം എന്തായി? ഖദാഉം ഖദറിലുള്ള വിശ്വാസം പോയി. നന്മ തിന്മ അള്ളാഹുവിൻ്റെ കയ്യിലാണ് എന്ന വിശ്വാസം നഷ്ടപ്പെടുന്ന രൂപമായി മാറി. ആ രൂപത്തിലേക്കാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ളതായ അവലക്ഷണമോ സുബലക്ഷണമോ ചെന്ന് ചേർക്കുന്നതെങ്കിൽ അതും ഹറാമ് തന്നെയാണ്, അതും പാടുള്ളതേ അല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തഫാഉൽ ഇഷ്ടപ്പെട്ടിരുന്നു എന്നത് നാം ഇവിടെ പഠിച്ചു. അഥവാ നല്ല കാഴ്ചകൾ ഇഷ്ടപ്പെട്ടിരുന്നു, നല്ല സംസാരങ്ങൾ പെട്ടിരുന്നു, നല്ല ചുറ്റുപാടുകൾ പെട്ടിരുന്നു. അത് മനുഷ്യ സ്വഭാവമാണ്. കാരണം നല്ല സ്വഭാവവും നല്ല ചുറ്റുപാടും നല്ല കാഴ്ചകളൊക്കെ നന്മയിൽ നിന്നിട്ട് ഉടലെടുക്കുന്നതാണ് എന്നതാണ് അതിന് കാരണം. നാം എന്ത് പഠിച്ചു? ഇസ്ലാം അംഗീകരിക്കുന്നതായ മന്ത്രം അത് അള്ളാഹിൻ്റെ കലാമിലൂടെ, അള്ളാഹിൻ്റെ സിഫാത്തിലൂടെ, അള്ളാഹിൻ്റെ അസ്മായിലൂടെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഹദീസുകളിലൂടെ അറബി ഭാഷയിൽ കൂടെ തന്നെയായിരിക്കണം റസൂലുള്ളാഹിൻ്റെ അള്ളാഹുവിൻ്റെ അസ്മാകളും അള്ളാഹിൻ്റെ സിഫാത്തുകളും പറയേണ്ടത്. അപ്രകാരം തന്നെ റസൂലുള്ളാഹി പഠിപ്പിച്ച പ്രാർത്ഥനകൾ അറബിയിൽ തന്നെ ചെല്ലാൻ അറിയുന്നില്ലെങ്കിൽ ഇത് മലയാളത്തിലും ആകുന്നതുകൊണ്ട് വിരോധമില്ല എന്നതും നാം പഠിച്ചു. മലയാളികളോടാണ്, മലയാളത്തിൽ ഏത് ഭാഷയിലും ആവാം. അതുപോലെ തന്നെ ഞാൻ ഈ പറയുന്നതായ രൂപം, ഞാൻ ഈ ചെയ്യുന്നതായ മന്ത്രം, അല്ലെങ്കിൽ മന്ത്രിച്ച വ്യക്തി, ആ വ്യക്തിയിലൂടെ അല്ലെങ്കിൽ എന്നിലൂടെ ഈ രോഗം മാറിക്കിട്ടി എന്ന വിശ്വാസം പാടുള്ളതല്ല. രോഗം മാറലാരിലൂടെയാണ്? അത് അള്ളാഹുവിലൂടെ മാത്രമാണ്. അത് കഴിഞ്ഞ ക്ലാസ്സിൽ നാം പഠിച്ചതാണ്. വൈദാ മരിൽതു ഫഹുവ യശ്ഫീൻ. എനിക്ക് രോഗം ബാധിച്ചാൽ അള്ളാഹുവാണ് എന്നെ രോഗം മാറ്റുക എന്ന ഭാഗം. സഹോദരന്മാരെ, സഹോദരികളെ, ബുഖാരിയിൽ ബാബ് ഇട്ടതായിട്ട് കാണുന്നു, ബുഖാരിയിൽ തലക്കെട്ട് കാണുന്നു, ബാബുർ റുഖാ ബിൽ ഖുർആനി വൽ മുഅവ്വദാത്ത്.
ഖുർആൻ കൊണ്ടും മുഅവ്വിദാത്തുകൾ കൊണ്ടും കാവലിനെ ചോദിക്കുക. ഈ റുഖ എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? കാവലിനെ ചോദിക്കലാണ്, തേടലാണ് അള്ളാഹുവിനോട്. അപ്പോൾ അങ്ങനെയുള്ളൊരു സാധനമുണ്ട് എന്നത് ഇസ്ലാം പണ്ട് തന്നെ അംഗീകരിച്ച് വരുന്നതാണ്. എന്നിട്ട് ആയിഷ റളിയല്ലാഹു തആല അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് ആയിഷ തന്നെ മുഅവ്വദത്തൈൻ ഓതിയിട്ട് അവരുടെ കയ്യിൽ ഊതുന്നതിന് പകരം ആയിഷ റസൂലുള്ളാഹിൻ്റെ കയ്യിൽ ഊതിയതും മരിക്കാൻ വേണ്ടി കിടക്കുന്ന ഘടത്തത്തിലാണത് റസൂലുള്ള. എന്നിട്ട് അവസാനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ കയ്യിൽ ഊതാൻ വേണ്ടി അവസാന ഘട്ടത്തിൽ ആയിഷ പരിശ്രമിച്ചപ്പോൾ റസൂലുള്ളാഹിൻ്റെ കൈ തന്നെ വീണു പോകുന്നത് ഞാൻ കണ്ടു എന്നതും, എന്നിട്ട് റഫീഖുൽ അലയിലേക്ക് എന്ന പദപ്രയോഗം റസൂൽ നടത്തി അന്ത്യപ്രവാചകൻ ലോകത്തോട് അന്ന് വിടവാങ്ങുകയും ചെയ്തു എന്നതും, റസൂലുള്ളാഹിൻ്റെ കൈ താഴെ വീണ വാർത്തയും എല്ലാം ഞാൻ ഇവിടെ കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ സംസാരിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ട്. ആ ഹദീസിലൂടെ ഞാൻ എന്തുകൊണ്ട് ഹദീസ് മടക്കി പറയുന്നു? ഇസ്ലാമിക ചികിത്സ എന്ന് പറയുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കാൻ കിടക്കുന്ന സന്ദർഭത്തിൽ വരേക്കും ആ ചികിത്സ ഓതി ഊതി തടകി. മനസ്സിലായില്ലേ? 3 എണ്ണവും അവിടെ ഉപയോഗപ്പെടുത്തി. ഓതലുണ്ടായി, ഊതലുണ്ടായി, തടകലുണ്ടായി. ഇത് ശ്രദ്ധിക്കുക. ഇതൊന്നും എന്തല്ല? അനിസ്ലാമികത്വമല്ല, ഇസ്ലാം അംഗീകരിച്ച ശൈലിയാണ്. അസ്മാകൾ കൊണ്ടും സിഫാത്തുകൾ കൊണ്ടുമായിരിക്കണമെന്ന് നാം പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അത് ശ്രദ്ധിക്കേണ്ട ഭാഗമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അസ്മാകൾ, അള്ളാഹുവിൻ്റെ സിഫാത്തുകൾ അള്ളാഹു തന്നെ റസൂലുള്ളാഹി പറയുന്നതിന് മുമ്പ് അള്ളാഹ് പറയുന്ന ഭാഗം കേൾക്കുക. വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്നാ ഫദ്ഉഹു ബിഹാ. അള്ളാഹ്ക്ക് മെച്ചപ്പെട്ട പേരുകളുണ്ട്. നിങ്ങൾ വല്ലതും പ്രാർത്ഥിക്കുമ്പോൾ അള്ളാഹിൻ്റെ പേരുകൾ കൊണ്ടായിരിക്കണം പ്രാർത്ഥിക്കേണ്ടത്. എന്തുകൊണ്ട് പ്രാർത്ഥിക്കണം? ആരെങ്കിലും മുമ്പിൽ വെച്ചിട്ടല്ല മക്കാർ കാട്ടിയതുപോലെ. ഇന്ന ബിംബങ്ങളെ മുമ്പിൽ വെച്ച്, ഇന്ന ദേവങ്ങളെ മുമ്പിൽ വെച്ച്, ഇന്ന ബിംബങ്ങൾ അത് ഇബ്രാഹിമിൻ്റെ ബിംബമാണ്, ഇസ്മായിലിൻ്റെ ബിംബമാണ്, ഇസ്ഹാഖിൻ്റെ ബിംബമാണ്, മറിയമിൻ്റെ ബിംബമാണ്, മഹാത്മാക്കളല്ലേ, അവരെ മുമ്പിൽ വെച്ചിട്ടല്ല എന്ത് ചികിത്സ നടത്തേണ്ടത്, ചോദിക്കേണ്ടത്. അതെ, അള്ളാഹു പറയുന്നു അസ്മാഉൽ ഹുസ്ന, അള്ളാഹുവിന് മെച്ചപ്പെട്ട പേരുകളുണ്ട്, ആ പേരുകൾ കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം. അപ്പോൾ അസ്മാഉൽ ഹുസ്ന കൊണ്ട് പ്രാർത്ഥിക്കണമെന്ന് പറയുമ്പോൾ അസ്മാഉൽ ഹുസ്നയെ മാറ്റിമറിച്ച് ഷിയാക്കളിലൂടെയോ ഇസ്ലാമിൻ്റെ ശത്രുക്കളിലൂടെയോ വന്നതായ പദപ്രയോഗം നടത്തിയിട്ട് പ്രാർത്ഥിക്കുകയാണ്, മന്ത്രിക്കുകയാണ്. എന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമോ? അത് ചൊല്ലിയിട്ട് നമ്മുടെ നാട്ടിലില്ലേ? നമ്മുടെ നാട്ടിൽ മാത്രമല്ല, ലോകവ്യാപകമാണത് അല്ലേ? ഹം ഹും ഹിം എന്നൊക്കെ പറയുന്നത് കേൾക്കാം. എന്താണിത്? എവിടെയാണുള്ളത്? റാത്തീബ് എന്നൊക്കെ പറഞ്ഞു ഓതാറില്ല നമ്മുടെ നാട്ടിൽ. ഇപ്പോഴില്ലേ അത്? ഞാൻ 40 കൊല്ലം മുമ്പ് കേരളം വിടുമ്പോഴുണ്ട്. ഞാൻ പിന്നെ അത് കണ്ടത് ആദ്യമായിട്ട് സൗദി അറേബ്യയിലേക്ക് വന്നതിന് ശേഷം കാട്ടുന്നത് 2 വിഭാഗമാണ്. ഒന്ന് തുർക്കികൾ, മറ്റൊന്ന് റഷ്യക്കാർ. തുർക്കികൾ ഹറം പണ്ട് 30 വാഹിദ് എന്ന് പറഞ്ഞാൽ 30 കൊല്ലം 30 കൊല്ലം മുമ്പ് അണ്ടർഗ്രൗണ്ട് നിസ്കരിക്കാനൊക്കെ വിട്ടുകൊടുക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ഞാൻ അവസരത്തിൽ താഴെ ഇറങ്ങി നിസ്കരിക്കാൻ അന്നത്തെ കാലഘട്ടത്തിൽ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ മുതലേ കൂട്ടത്തോടു കൂടി ഞാൻ വിചാരിച്ചു എന്താ ഇവിടെ ഈ വലിയ യന്ത്രം വർക്ക് ചെയ്യായിരിക്കും, തകരാൻ പോവായിരിക്കും എന്നൊക്കെ മനസ്സിലായി. അകത്ത് ചെന്ന് നോക്കുമ്പോൾ കുറേ തുർക്കികൾ വട്ടം ഇരുന്നിട്ട് ഇങ്ങനെ ശബ്ദ കോലാഹലം ഉണ്ടാക്കുകയാണ്. ഞാൻ പിന്നെ എൻ്റെ ഓർമ്മയിൽ അന്ന് മദീന ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിൽ വിദ്യാർത്ഥിയാണ്. ഉത്തരവാദിത്തപ്പെട്ടവർക്ക് വിവരം കൊടുക്കുകയോ മറ്റോ ചെയ്ത് എൻ്റെ ഓർമ്മയിൽ വരുന്നില്ല എന്താ സംഭവിച്ചതെന്ന്. പിന്നെ രണ്ടാമതായിട്ട് ഞാൻ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഹജ്ജിന് പോയപ്പോൾ മിനയിൽ ടെൻറ്റിലേക്ക് ചെന്നപ്പോൾ ഞാൻ ദാവത്തിന് വേണ്ടിയുള്ള കറക്കമാണ് എൻ്റെ ഓർമ്മയിൽ. അപ്പോൾ ഒരു ടെൻറ്റിൻ്റെ അകത്ത് വെച്ചിട്ട് ഇതുപോലെ തന്നെ കേൾക്കാൻ പറ്റാത്ത ശബ്ദം. മിനയിലാണത്. 2000-ഓളം ഇറാനികൾ മരിച്ചൊരു കൊല്ലം കടന്നിരുന്നു. എപ്പോൾ തീപിടുത്തം ഉണ്ടായിട്ട്, എപ്പോൾ കുറേ കൊല്ലം മുമ്പ് കേട്ടിട്ടുണ്ടായിരിക്കും. വലിയ തീപിടുത്തം. വയസ്സുള്ള ആൾക്കേ അറിയുള്ളൂ, വയസ്സ് കുറഞ്ഞ ആൾക്ക് അതറിയില്ല. ഞാൻ നേരിട്ട് കണ്ടതാണ് കത്തിക്കരിഞ്ഞവർ. അവർ ഡാൻസ് ആടിയതായിരുന്നു ടെൻറ്റുകളിൽ. മിനയിൽ ഡാൻസ് ആടിയതാണ്. അവരുടെ മിനയിലുള്ളതായ ഒമ്പൂബ പൊട്ടി. ഒമ്പൂബ എന്ന് പറഞ്ഞാൽ അറിയില്ലേ? ഗ്യാസ് പൊട്ടി.
അങ്ങനെ ഒരു ടെൻറ്റ് കത്തി, തൊട്ടത്ര ടെൻറ്റ് കത്തി, നൂറുകണക്കിന് ടെൻറ്റ് കത്തി, ആയിരക്കണക്കിന് ടെൻറ്റ് കത്തി. ആൾക്കാർ അവരാണ് അധികവും മരിച്ചവർ അന്നത്തെ അപകടത്തിൽ. അപ്പോൾ ഏറ്റവും അള്ളാഹുവിൻ്റെ പേര് മാത്രം വിളിച്ച് പ്രാർത്ഥിച്ച് ആ മഹാ തൗഹീദിൻ്റെ ചിഹ്നം പൊക്കിപ്പിടിക്കേണ്ടതായ രംഗമാണ് മിന. അങ്ങനെയുള്ള മിനയിലാണ് ശിർക്ക്. സുബ്ഹാനല്ലാഹ്. അറിയാത്തവരായ നമ്മുടെ ഖൗമ വരേക്കും അത് കാട്ടാറുണ്ട്. അവർ അള്ളാഹു ഹിദായത്തിലാക്കട്ടെ, സന്മാർഗത്തിലേക്ക് നയിക്കട്ടെ. അങ്ങനെ ഞാൻ ശബ്ദം കേട്ടപ്പോൾ പതുക്കെ ടെൻറ്റ് തുറന്നു നോക്കി എന്താണ് സംഭവിക്കുന്നത്. അപ്പോൾ സ്ത്രീകളും പുരുഷന്മാരും മിശ്രമായിട്ട്, യുവതികളൊക്കെ കൂട്ടത്തിൽ യുവതികളുണ്ട്, സ്ത്രീകൾ പുരുഷന്മാരെ മിശ്രമായിട്ട് നിന്ന് എന്താണ് ഡാൻസാടാണ്. ഈ നമ്മുടെ നാട്ടിലും ഡാൻസ് തന്നെയാണ് ഇപ്പോൾ റാത്തീബിൻ്റെ പേരിൽ നടക്കാറുള്ളത് അല്ലേ. റാത്തീബ് ഓതുമ്പോൾ ഡാൻസ് ആടലുണ്ടല്ലോ, ചാട്ടം, അതുപോലത്തെ ചാടാണ്. അപ്പോൾ പറയപ്പെടുന്ന ശബ്ദമാണ് ഇങ്ങനെയുള്ളതായ ഇത് ഇസ്ലാം വിരോധിച്ചതായ ശബ്ദങ്ങൾ. സഹോദരന്മാരെ, സഹോദരികളെ, യഥാർത്ഥത്തിൽ ഇസ്ലാം കർശനമായി വിരോധിക്കുന്നു അങ്ങനെയുള്ളതായ ശബ്ദങ്ങളെ. അള്ളാഹ് പറയുന്നു എന്ത്? വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന, അള്ളാഹ്ക്ക് മെച്ചപ്പെട്ട പേരുകളുണ്ട്. ഫദ്ഉഹു ബിഹാ, ആ പേരുകൾ മുമ്പിൽ നിർത്തിയിട്ടാണ് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്. വദറുല്ലദീന യുൽഹിദൂന, കേൾക്കുക, അള്ളാഹ് പറയാണ് വദറുല്ലദീന യുൽഹിദൂന ഫീ അസ്മാഇഹി, അള്ളാഹിൻ്റെ പേരിൽ കൃത്രിമം വരുത്തുന്ന ആളെ നിങ്ങൾ വിട്ടേക്കുക. ഞാൻ കാണിച്ചു കൊടുക്കുക അവർക്ക് പറയും പോലെ. ഏത്? അവർ വിട്ടേക്കുക, അള്ളാഹിൻ്റെ പേരിൽ കൃത്രിമം കാട്ടാ. അള്ളാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പഠിപ്പിക്കുമ്പോൾ നാം നമ്മുടെ വകയിൽ ഹ ഹു എന്ന് പറയാം. പൂജാരികൾ ഉണ്ടാക്കിയതായ ശൈലിയാണതെന്നാണ് നാം പഠിച്ചു വെച്ചത്. സഹോദര സഹോദരിമാരെ, അപ്പോൾ നാം എവിടെയാണ്? അസ്മാഉൽ ഹുസ്ന കൊണ്ട് പ്രാർത്ഥിക്കാം. രോഗത്തിന് ശമനം കിട്ടാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് രോഗം പിടിപെട്ടതായ സന്ദർഭത്തിൽ ജിബ്രീൽ വന്നിറങ്ങുകയുണ്ടായി. മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. 1286 നമ്പർ ഹദീസാണ് മുസ്ലിമിൽ. റസൂലിനോട് ജിബ്രീൽ ചോദിക്കുന്നു, നിങ്ങൾക്ക് രോഗം ബാധിച്ചോ ദൂതരേ? അങ്ങനെ ജിബ്രീൽ അലൈഹിസ്സലാം റസൂലിന് മന്ത്രം നടത്തുന്നു. ബിസ്മില്ലാഹി അർഖീക് മിൻ കുല്ലി ഷൈഇൻ യുദീക് മിൻ ശർരി കുല്ലി നഫ്സിൻ ഔ ഐനി ഹാസിദിൻ അല്ലാഹു യശ്ഫീക് ബിസ്മില്ലാഹി അർഖീക്. ജിബ്രീൽ പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് രോഗം ബാധിച്ചപ്പോൾ. നമുക്കും നമ്മുടെ സുഹൃത്തിന് രോഗം ബാധിച്ചാൽ, നമുക്ക് സ്വന്തം രോഗം ബാധിച്ചാൽ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കാം. അള്ളാഹിൻ്റെ നാമം മുമ്പിൽ വെച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി അള്ളാഹിനോട് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ രോഗം മാറാൻ. മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ അസ്മാഉൽ ഹുസ്ന കൊണ്ട് പ്രാർത്ഥന. അസ്മാഉൽ ഹുസ്നയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതല്ലേ അള്ളാഹ്. ബിസ്മില്ലാ, അള്ളാഹിൻ്റെ പേര് കൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതെ, മിൻ കുല്ലി ഷൈഇൻ യുദീക് മുഹമ്മദേ, നിങ്ങൾക്ക് ദ്രോഹമുണ്ടാകുന്ന എല്ലാത്തിനെ തൊട്ടും ഞാൻ നിങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിനോട് കാവലിനെ ചോദിക്കുന്നു. അതുപോലെ തന്നെ കണ്ണേറിലൂടെ അല്ലെങ്കിൽ ഹസദ്, അസൂയയിലൂടെ, അസൂയക്കാരൻ്റെ കണ്ണേറിലൂടെ ഉണ്ടാകുന്നതായ ദ്രോഹത്തെ തൊട്ടും. അപ്പോൾ എന്തുണ്ടാകാം? അസൂയയിലൂടെ കണ്ണേറുണ്ടാകാം, കണ്ണേറിലൂടെ ദ്രോഹമുണ്ടാകാം. ആ ദ്രോഹത്തെ തൊട്ട് കാവലിനെ ചോദിക്കാൻ പഠിപ്പിക്കുകയാണ്. ഇതിപ്പോൾ ജിബ്രീൽ ഓതിക്കൊടുക്കുന്നതും റസൂലുള്ളാഹിക്ക് ഓതുന്നതും നമുക്ക് പഠിക്കാനാണ്, നാം പഠിക്കാനാണ്. നാം എന്ത് പഠിക്കണം? ഒന്നാമത് അസൂയാലുക്കളായി മാറാൻ പാടില്ല. ഒന്നാമത് പഠിക്കേണ്ടത് അതാണ്. ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനോട് അസൂയ പാടുള്ളതല്ല. അസൂയയിലൂടെയാണ് ഈ അപകടങ്ങളൊക്കെ ഉണ്ടാകുന്നത്. യഥാർത്ഥം വിശുദ്ധ ഫുർഖാനിൽ അളീമിൽ അസൂയ എന്ന പദം 2 പദത്തിലൂടെ വരുന്നുണ്ട്. ഒരു പദം ഹസദി എന്നതാണ്, മറ്റൊരു പദം ഹെഖ്ദി എന്നതാണ്. ഹസദി എന്നത് 4 തവണ, ഹെഖ്ദി എന്നത് 8 തവണ ഖുർആനിൽ കാണാവുന്നതാണ്. ഇത് രണ്ടും ഒരേ ഏകദേശം അർത്ഥം, തുല്യതയുള്ള അർത്ഥമാണ് അതിലുള്ളത്. അതിലൂടെയാണ് കണ്ണേറ് സാധാരണ സംഭവിക്കാറുള്ളത്. വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. നാം നേരത്തെ ഓതി വെച്ചതായ ആയത്തിൽ സൂറത്ത് എന്താണ്? ആദ്യം ഓതി വെച്ച ആയത്ത് എന്താണ്? സൂറത്ത് യൂസുഫിൽ നിങ്ങൾക്കറിയാവുന്ന ചരിത്രമാണ്. ഇവിടെ പഴയ കാലഘട്ടത്തിൽ മീതെ ക്ലാസ് നടത്തിയിരുന്ന കാലഘട്ടത്തിൽ നീട്ടി വലിച്ചിട്ട് സൂറത്ത് യൂസുഫ് ഒരു അർത്ഥം വെച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ ഓർമ്മ. അല്ലേ? അന്ന് റഫീഖ് സാഹിബില്ല,
അന്നുള്ളവരുണ്ട് ഇവിടെ സദസ്സിൽ. അള്ളാഹു പറയുന്നു, വഖാല യാക്കൂബ് പറഞ്ഞു, യാ ബനിയ്യ, എൻ്റെ മക്കളെ. യൂസുഫ് അലൈഹിസ്സലാം, ബുനിയാമീൻ, അങ്ങനെ ഈ 2 മക്കളൊഴിച്ച് ബാക്കി 10 മക്കൾ ഒന്നിച്ച് പോവാണ്. എവിടേക്ക്? യൂസുഫിൻ്റെ കൊട്ടാരത്തിലേക്ക്. യൂസുഫിൻ്റെ കൊട്ടാരത്തിലേക്ക് പോകുന്ന വേളയിൽ വാപ്പ പറയുകയാണ് മക്കളോട്, ലാ തദ്ഖുലൂ, നിങ്ങൾ പ്രവേശിക്കരുത്, മിൻ ബാബിൻ വാഹിദിൻ, രാജാവിൻ്റെ കൊട്ടാരത്തിൽ കടക്കുമ്പോൾ ഒരു വാതിൽ കൂടി 10 പേര് ഒന്നിച്ച് കിടക്കരുത്. ഒന്നാമത് നബിമാരുടെ, നമ്മുടെയൊക്കെ നാം പഠിച്ചു വരുന്ന നബിമാരുടെ വലിയാപ്പമാരാണല്ലോ അവർ. ആ കുടുംബം മുഴുവനും സുന്ദരന്മാരാണ്. ഇബ്രാഹിം തൊട്ട് എല്ലാവരും ഭംഗിയുള്ളവരും സുന്ദരന്മാരും നല്ല നല്ല ഹൈറ്റുള്ളവരും നല്ല നല്ല മനുഷ്യന്മാരുമാണ്. അവർ ഒന്നിച്ചിട്ട് 10 ആൾ ഒരേ വാതിൽ കൂടി കടക്കുമ്പോൾ വാപ്പാക്ക് പ്രയാസം, വല്ലരും അസൂയ കൊണ്ട് വല്ലതും പറഞ്ഞു കളഞ്ഞാൽ എൻ്റെ കുട്ടികൾക്ക് വല്ല ദ്രോഹം തട്ടുമോ എന്ന്. അതുകൊണ്ട് എന്ത് പറഞ്ഞു? ഒരു വാതിൽ കൂടി 10 പേരും ഒന്നിച്ച് കടക്കരുത് എന്ന് പറഞ്ഞു എന്ന് ഖുർആൻ പറയാണ്. വ്യത്യസ്ത വാതിൽ കൂടിയായിരിക്കണം മക്കളെ നിങ്ങൾ പ്രവേശിക്കേണ്ടത് കൊട്ടാരത്തിലേക്ക്. അള്ളാഹു പറയുന്നു, എന്നിട്ട് ഒമാ ഉഗ്നി അൻകും മിനല്ലാഹി മിൻ ഷൈഇൻ, നിങ്ങളിപ്പോൾ എങ്ങനെ കടന്നാലും അള്ള വിധിച്ച വിധിക്ക് വിപരീതം ഒന്നും അവിടെ നടക്കുകയില്ല. അള്ള എന്ത് തീരുമാനിച്ചു അത് മാത്രമേ നടക്കുകയുള്ളൂ. ഇനിൽ ഹുക്മു ഇല്ലാ ലില്ലാഹ്, വിധികർത്താവ് അള്ളാഹു മാത്രമാണ്. രോഗം നൽകുകയാണെങ്കിൽ, കണ്ണേറ് തട്ടിക്കുകയാണെങ്കിൽ, കണ്ണേറ് മാറ്റുകയാണെങ്കിൽ, ദ്രോഹം തട്ടുകയാണെങ്കിൽ, ഇതെല്ലാം അള്ളാഹിൻ്റെ കയ്യിലാണ്. അലൈഹി തവക്കൽതു, നിങ്ങൾ പോയിക്കോളീൻ മക്കളെ, നിങ്ങളുടെ കാര്യത്തിൽ ഞാൻ അള്ളാഹിലേക്ക് എല്ലാ പ്രശ്നവും ബരമേൽപ്പിക്കുന്നു. വഅലൈഹി ഫല്യതവക്കലിൽ മുതവക്കിലൂൻ, ബരമേൽപ്പിക്കുന്നവര് അള്ളാഹിലേക്ക് മാത്രം പ്രശ്നങ്ങൾ ബരമേൽപ്പിക്കട്ടെ. സൂറത്ത് യൂസുഫിൽ അള്ളാഹു തുടർന്നു, വലമ്മാ ദഖലൂ, അവർ പ്രവേശിച്ചപ്പോൾ മിൻ ഹൈസു അമറഹും അബൂഹും, അവരുടെ വാപ്പ അവരോട് പറഞ്ഞതുപോലെ പ്രവേശിച്ചപ്പോൾ. എങ്ങനെ പറഞ്ഞത്? വെവ്വേറെ ഓരോ വാതിൽ കൂടി കിടക്കണം, ഒന്നിച്ച് ഒരു വാതിൽ കൂടി കടക്കരുത്. അള്ളാഹ് പറയുകയാണ്, അവരുടെ വാപ്പ പറഞ്ഞതുപോലെ പ്രവേശിച്ചപ്പോൾ ആ കടക്കലിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ച നന്മയെ തടയുവാനോ നന്മയോ തിന്മയോ തടയാനുള്ളതായ ഒരു സാധനവും അദ്ദേഹത്തിൻ്റെ കയ്യിൽ, അദ്ദേഹത്തിൻ്റെ കൽപ്പനയിൽ ഇല്ല. അദ്ദേഹം പറഞ്ഞതിലൂടെ നന്മ നൽകാനോ തിന്മ തടയാനോ സാധിക്കുന്നതല്ല. പിന്നെ എന്തിനാ അയാളത് പറഞ്ഞത്? കാരണമുണ്ട്. ഇല്ല ഹാജത്തൻ ഫീ നഫ്സി യാക്കൂബിൻ്റെ ഹൃദയത്തിലുണ്ടായ ഒരു ആഗ്രഹമാണ്. അതെന്ത്? എൻ്റെ മക്കൾക്ക് കണ്ണീർ തട്ടിപ്പോകരുത് എന്ന ആഗ്രഹം. ഖലാഹ, അത് അദ്ദേഹം വീട്ടുകയുണ്ടായി. അപ്പോൾ അതൊരു തെറ്റായ കാര്യമാണ് എന്നല്ല അള്ളാഹു ഇവിടെ പറഞ്ഞത്, മറിച്ച് അത് അംഗീകരിക്കും പോലെയാണ് ശൈലി. അത് യാക്കൂബ് അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞിട്ടില്ല, മറിച്ച് ആ ചെയ്ത പ്രവർത്തനം എന്തു ചെയ്യില്ല? നന്മയെ തടയുകയോ നന്മയെ നൽകുകയോ തിന്മയെ തടയുകയോ ചെയ്യൂല. അതെല്ലാം ആരുടെ കയ്യിലാണ്? അള്ളാഹിൻ്റെ കയ്യിൽ മാത്രമാണ്. പക്ഷേ സൂക്ഷ്മത പാലിക്കൽ നല്ലതാണ്. നാമും അങ്ങനെ തന്നെ ഇത്തരം കാര്യങ്ങളിൽ സൂക്ഷ്മത പാലിക്കണം. നമ്മോട് സൂക്ഷ്മത പാലിക്കാൻ പഠിപ്പിച്ചു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു വ്യക്തിയെക്കുറിച്ച് അങ്ങനെയുള്ള പറയാൻ പറ്റാത്ത വാക്കുകൾ പറഞ്ഞത് കാരണത്താൽ അദ്ദേഹത്തിന് കണ്ണേറ് തട്ടിയത് കണ്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഹല്ലാ ബറക്ത അഖാഹു ഔ കമാ ഖാല അലൈഹി സ്വലാത്തു വസ്സലാം, അല്ലെങ്കിൽ നിന്റെ സഹോദരന് നീ എന്തുകൊണ്ട് ബർക്കത്തിന് വേണ്ടി തേടിയില്ല? നീ എന്തുകൊണ്ട് ബർക്കത്തിന് വേണ്ടി തേടിയില്ല? ചില ആൾക്കാർ മാഷാ അല്ലാ എന്നുള്ള പദം മാത്രം പറയും, അത് പോരാ. മാഷാ അല്ലാ എന്നും പറഞ്ഞാൽ പോരാ, തബാറക്കല്ലാ എന്നും പറഞ്ഞാൽ പോരാ. തബാറക്കല്ലാ എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താണ്? അല്ല ബർക്കത്തുള്ള ആളാണെന്നാണ്. നാം റസൂൽ പറയുന്നത് ഇദ്ദേഹത്തിന് എന്ത് വേണം? ബർക്കത്തിന് തേടണം. അപ്പോൾ അള്ളാഹ് നിന്നെ അനുഗ്രഹിക്കട്ടെ, നല്ല കാറല്ലോ, അള്ളാഹ് നിന്നെ അനുഗ്രഹിക്കട്ടെ, നല്ല 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 ബിസിനസ്സാണല്ലോ, നല്ല കടയാണല്ലോ, അള്ളാഹ് നിന്നെ അനുഗ്രഹിക്കട്ടെ, നല്ല വീടാണല്ലോ. അപ്പോൾ അള്ളാഹ് നിന്നെ അനുഗ്രഹിക്കട്ടെ എന്ന പദപ്രയോഗം
മാഷാ അള്ളയോട് കൂടി കൂട്ടിച്ചേർക്കണം. അതാണ് ബറക്കത്തിന് വേണ്ടി പ്രാർത്ഥിക്കൽ എന്നതാണ്. അപ്പോൾ എന്തുപോയി? അസൂയാലുക്കളിൽ നിന്നിട്ട് ഉടലെടുക്കുന്ന വാക്ക് ഒരു വിഷത്തിൻ്റെ വാക്കാണ്. ആ വിഷം അദ്ദേഹത്തിന് അത് എന്തായി മാറും? അപകടമായി മാറും. അത് തട്ടാതിരിക്കാൻ വേണ്ടി ഇസ്ലാം കൽപ്പിക്കുന്ന ശൈലിയാണ്. മനസ്സിലായില്ലേ? അപ്പോൾ അള്ളാഹു ഉദ്ദേശിച്ചാലേ തട്ടുള്ളൂ, ഇല്ലെങ്കിൽ തട്ടൂല. പക്ഷെ നമ്മോട് എന്ത് പറഞ്ഞിട്ടുണ്ട്? പ്രതിരോധ വകുപ്പ് ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതെന്താണ്? എപ്പോഴും നമസ്കാര ശേഷം ഖുൽ അഊദു ബിറബ്ബിന്നാസ് മലിക്കിന്നാസ് ഇലാഹിന്നാസ് ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ് വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ വമിൻ ശർരി നഫാഥാത്തി ഫിൽ ഉഖദ വമിൻ ശർരി ഹാസിദിൻ. അസൂയക്കാരൻ അസൂയ വെക്കുമ്പോൾ ഉണ്ടാകുന്ന ഷർറ് ഖുർആനാണ്. അപ്പോൾ അസൂയ വെക്കുമ്പോൾ എന്തുണ്ടാകുന്നുണ്ട്? ഷെറുണ്ടാകുന്നുണ്ട്. ആ ഷെറാണ് എന്തെങ്കിലും പറയുമ്പോൾ തട്ടുക. അത് തട്ടാതിരിക്കാൻ വേണ്ടിയാണ് എന്ന് ഓതാൻ വേണ്ടി പറഞ്ഞത്. അപ്പോൾ എന്നും നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന, എന്നും നമസ്കാര ശേഷം ഓതിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള അപകടങ്ങൾ ഭയപ്പെടേണ്ടതില്ല, അള്ളാഹുവിൻ്റെ തൗഫീഖോട് കൂടി ഇൻഷാ അള്ളാഹ്. അതാണ് ഇസ്ലാം പ്രതിരോധ വകുപ്പ് ഇങ്ങനെയുള്ള കാര്യങ്ങളിലും നൽകുന്നു എന്ന് പറയാൻ കാരണം. പിന്നെ ഇതൊക്കെ നമ്മുടെ ബുദ്ധിക്ക് യോജിക്കാത്തതാണ്, അതുകൊണ്ട് കണ്ണേറ് തന്നെ ഇല്ല എന്ന് പറയാൻ പാടുണ്ടോ? അതില്ല. എന്തുകൊണ്ട്? റസൂലുള്ളാഹിയാണ് പഠിപ്പിച്ചത്. ബുഖാരിയിലാണ്, മുസ്ലിമിലാണ് ഹദീസ്. അൽ ഐനു ഹഖ്ഖുൻ, കണ്ണേറ് യാഥാർത്ഥ്യമാണ്. കണ്ണേറ് യാഥാർത്ഥ്യമാണ്. അത് ഒരു പക്ഷേ ഞാനത് പറയുമ്പോൾ ഈ കാര്യങ്ങൾ അംഗീകരിക്കാത്ത ബുദ്ധിപൂജകന്മാരുണ്ടെങ്കിൽ നിങ്ങളെ കൂട്ടത്തിലല്ല, കേൾക്കുന്നവരിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത്ഭുതപ്പെടും. അദ്ദേഹം വരെ അത് പറയുകയാണെന്നൊക്കെ ചോദിക്കും. പക്ഷേ എൻ്റെ അനുഭവം ഞാൻ പറയാം. 2 അനുഭവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. പ്രയാസപ്പെട്ട് കേട്ടോളി. ഒന്ന്, എൻ്റെ ഓഫീസിൽ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിൽ നല്ല 1-ാം നമ്പർ പ്രിൻ്റ് ചെയ്യുന്ന എന്താ പറയുക, പ്രിൻ്റർ കൊണ്ടുവന്നു ഫിറ്റ് ചെയ്തു. പഴയ കാലഘട്ടത്തിലുള്ള പ്രിൻ്ററിൻ്റെ സ്വഭാവം നിങ്ങൾക്കറിയാം. അത് വർക്ക് ചെയ്യുമ്പോൾ ശബ്ദമുണ്ടാകും. ഇപ്പോൾ ഉള്ളതുപോലെയല്ല. പണ്ടൊക്കെ കിഡ്നി കഴുകുന്നതായ യന്ത്രം ഒരു റൂമിൻ്റെ അത്ര വലിപ്പമുള്ളതാണ്. ഇതിപ്പോൾ ചെറുതാണല്ലോ ഇപ്പോൾ. പണ്ടും ഇപ്പോൾ വ്യത്യാസമുണ്ട്. ഒരു സഹോദരൻ കടന്നു വന്നു. എന്താ വർക്ക്ഷോപ്പ് വർക്ക് ചെയ്യുകയാണോ നിങ്ങളുടെ റൂമിലെന്ന് ചോദിച്ചു. കടന്ന ഉടനെ മാഷാ അല്ലാഹ് ഇല്ല, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് ഇല്ല, അല്ലാഹ് അനുഗ്രഹിക്കട്ടെ ഇല്ല, ഒന്നുമില്ല. ചോദിച്ച ചോദ്യം തന്നെ എന്താ വർക്ക്ഷോപ്പാണോ ഇവിടെയെന്ന്. അള്ളാഹുവിനെ തന്നെയാണ് ആ സത്യം. ഉടനെ തന്നെ ആ സാധനം നിന്നു, ഉടനെ തന്നെ സ്റ്റോപ്പായി. എന്നിട്ട് എഞ്ചിനീയറെ വിളിച്ചു, കമ്പ്യൂട്ടർ എഞ്ചിനീയറെ. ഇതിനെ തുറന്ന് നോക്കുമ്പോൾ പുതിയ യന്ത്രമാണ്. അതിൻ്റെ അകത്ത് ഇത് കടലാസ് ഉണ്ടല്ലോ, ഇങ്ങനെ ചൊറഞ്ഞ് കിടക്കാണ് അകത്ത്. അപ്പോൾ എന്താണ് സംഭവം? അയാൾ ഉടനെ തന്നെ അസ്തഗ്ഫിറുല്ലാഹ്, ഞാൻ ക്ഷമിക്കണം, ഞാനങ്ങനെ പറഞ്ഞു പോയതാണെന്നൊക്കെ പറഞ്ഞ് ക്ഷമയാചന നടത്തി. പക്ഷേ ആ സാധനമുണ്ട്, ഉറപ്പാണ്. എൻ്റെ ഇപ്പോഴുള്ള കാർ, അതിന് മുമ്പുള്ള കാറല്ല, അതിന് മുമ്പുള്ള 4-മത്തെയോ 3-മത്തെയോ കാർ. എൻ്റെ കൂടെ എല്ലാ കാറും പലപ്പോഴും 5 വർഷമേ നിർത്താറുള്ളൂ. അപ്പോൾ അത് അന്നത്തെ കാലഘട്ടത്തിൽ പുതിയതാണ്. എൻ്റെ കർസിയുടെ ഞാൻ ഓട്ടുന്ന കാലം അറിഞ്ഞവരുണ്ട് ഇവിടെ കൂട്ടത്തിൽ, ഇല്ലേ? ഒരു 15-20 കൊല്ലം മുമ്പ് കർസിയുടെ ഓട്ടിയല്ലോ ഞാൻ. ആ കർസിയുടെ ഉള്ള കാലഘട്ടത്തിൽ വാങ്ങിയ ഉടനെ പുതുമയുണ്ട്. ഹറം ചെറുതാണ്. ഹറമിൻ്റെ മുമ്പിലേക്ക് സുബഹി നിസ്കാര സമയത്ത് ചെന്നപ്പോൾ ഒരു സഹോദരൻ, രാജാവിരിക്കും പോലെ ഉണ്ടല്ലോ നീ ഈ കാറിൽ എന്ന് പറഞ്ഞു. നിന്നുപോയി അവിടെ തന്നെ. ഓടുന്ന കാർ നിന്നു. തുറന്നു നോക്കുമ്പോൾ ബാറ്ററിയുടെ മീതെ നിന്ന് 2 സാധനം പൊങ്ങിയിരിക്കുകയാണ്. കണ്ണേറേണ്ട ഗൗരവം കണ്ടില്ലേ? മനസ്സിലായില്ലേ? ഇല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഉള്ളതാണ്. അള്ളാഹ് പറയാണ് ഉണ്ടെന്ന്. അള്ളാഹ് ഉദ്ദേശിച്ചാലേ ഉണ്ടാവുകയുള്ളൂ. പക്ഷെ അസൂയയിൽ കൂടി ഉടലെടുക്കുന്നതായ വിഷത്തിൻ്റെ പവറാണത്. മനസ്സിലായില്ലേ? അപ്പോൾ പറഞ്ഞു വരുന്നത്, അങ്ങനെ സംഭവിക്കാം. അന്നത്തെ ദിവസത്തിൽ ഞാൻ സുബഹി നിസ്കാരത്തിലേക്ക് ഹറമിലേക്ക് എത്തിയിട്ടില്ല, ഹറമിലേക്ക് പോവുകയാണ്. നിസ്കാരം നടന്നിട്ടില്ല, മുഅവ്വദത്തിന് ഓതിയിട്ടില്ല. പക്ഷേ ആ സന്ദർഭത്തിൽ അള്ളാഹിൻ്റെ വിധിയായിരിക്കും. അങ്ങനെ സംഭവിച്ചു. അങ്ങനെ ഞാൻ ആ ഉസ്ബു വീണ്ടും അതുപോലെ മടക്കി ഇത്. അപ്പോൾ ഇത് സംഭവിക്കും, യാഥാർത്ഥ്യമാണ്. ഐൻ ഹക്കാണെന്ന് റസൂലുള്ളാഹി പറഞ്ഞതാണ്. അതിൽ ബുദ്ധിക്ക് യോജിക്കായ്മ ഒന്നും തന്നെ ഇല്ല. അത് സംഭവിക്കുന്നത് അള്ളാഹ് ഉദ്ദേശിച്ചാൽ മാത്രമാണ്, ഇല്ലെങ്കിൽ സംഭവിക്കുകയും ഇല്ല. ഇത് മനസ്സിലാക്കൽ അനിവാര്യമാണ്. അതെ, വദ്ദ കസീറും മിൻ അഹ്ലിൽ കിതാബി ലൗ യറുദ്ദൂനകും മിൻ ബഅദി ഈമാനികും കുഫാറാ ഹസദൻ മിൻ ഇൻദി അൻഫുസിഹിം. അങ്ങനെ ആയത്ത്, വദ്ദ കസീറും മിൻ അഹ്ലിൽ കിതാബി,
അഹ്ലി കിതാബികളായ ഗ്രന്ഥത്തിൻ്റെ ഉടമകൾക്ക് പൂതിയുണ്ട് നിങ്ങളെയെല്ലാം കാഫിരീങ്ങളാക്കി മടക്കണമെന്ന്. ഇല്ലേ? അമേരിക്കക്കാർ പൂതി വെക്കുന്നു, ബ്രിട്ടീഷുകാർ പൂതി വെക്കുന്നു, ലോകത്തിലുള്ള സാർവമതസ്ഥർ പൂതി വെക്കുന്നു നാം അമുസ്ലിങ്ങളായി കിട്ടണമെന്ന്, നാം ക്രിസ്ത്യാനായി കിട്ടണമെന്ന് പൂതിയില്ല അവർക്ക്, നാം ജൂതരായി കിട്ടണമെന്ന് പൂതിയില്ല, നാം ഇസ്ലാം ഒഴിവാക്കി കിട്ടണം. അതാണ്, അതിനുവേണ്ടിയാണ് ഈ പോരാട്ടങ്ങൾ മുഴുവനും, ഈ മത്സരങ്ങൾ മുഴുവനും, ഈ കരിഞ്ചന്ത പ്രചരണങ്ങൾ മുഴുവനും, ഈ വെല്ലുവിളികൾ മുഴുവനും നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മെ എങ്ങനെയെങ്കിലും എന്ത് കാരണത്താലാണ്? ഹസദ, നിങ്ങളോടുള്ള അസൂയ കൊണ്ട് മാത്രം. എന്തേ നിങ്ങളുടെ കൂടെ ഖുർആൻ, എന്തേ നിങ്ങളുടെ കൂടെ അവസാനത്തെ നബി, എന്തേ നിങ്ങളുടെ കൂടെ ലോക അത്ഭുത ഗ്രന്ഥം ഇത് കണ്ട് സഹിക്കാൻ പറ്റാത്തത് കൊണ്ടുള്ള അസൂയാണ് അവരെ അതിലേക്ക് പ്രേരിപ്പിച്ചതെന്ന് റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുഹു പറയുന്നു. അതുകൊണ്ട് അസൂയ എന്നത് ഉള്ളതാണ്. അസൂയ എന്നതിലൂടെ ഉണ്ടാകുന്നതായ സാധനമാണ് എന്ത്? കണ്ണേറ്. അം തഹസുദൂന നാസ അലാ മാ ആതാഹുമുല്ലാഹു മിൻ ഫളലി, അല്ലാഹു അവൻ്റെ അനുഗ്രഹത്തിൽ നിന്നിട്ട് അവൻ്റെ ശിട്ടികൾക്ക് നൽകിയതിൽ നിങ്ങൾ എന്തിനാണ് അസൂയ വെക്കുന്നത്? ഖുർആൻ ചോദിക്കുന്നു. അവർക്ക് അല്ലാഹ് കാർ നൽകാൻ, അവർക്ക് അല്ലാഹ് പേലസ് നൽകാൻ, അവർക്ക് അല്ലാഹ് കാശ് നൽകാൻ തീരുമാനിച്ചു, നിങ്ങൾ അതിന് അസൂയ വെച്ചിട്ട് എന്താ പ്രയോജനം? അം ഹസിബല്ലദീന ഫീ ഖുലൂബിഹിം മറദുൻ അല്ലൻ യുഖ്രിജല്ലാഹു അദ്ഗാനഹും, ഹൃദയത്തിൽ രോഗം പിടികൂടിയതായ അസൂയ വെക്കുന്ന വിഭാഗത്തിൻ്റെ ആ ഹൃദയത്തിൽ നിന്നിട്ട് അവരുടെ അസൂയ അല്ലാഹ് പുറത്തെടുക്കുകയില്ല എന്നാണ് അവർ മനസ്സിലാക്കിയത്. റസൂൽ ചോദിക്കുന്നു, നിങ്ങളിലേക്ക് പെർഷ്യൻ നാട് നിങ്ങൾ കീഴടക്കിക്കഴിഞ്ഞാൽ, റോമൻ നാട് നിങ്ങൾ കീഴടക്കിക്കഴിഞ്ഞാൽ, നമുക്ക് വരാൻ പോകുന്ന കാര്യം പറയാണ് റസൂൽ കണ്ടിട്ടില്ലല്ലോ. റോമ നമ്മുടെ കയ്യിൽ വന്നത് റസൂൽ കണ്ടിട്ടില്ലല്ലോ. റോമൻകാരുടെ നാടാകുന്ന തുർക്കിയെയും അതിൻ്റെ പരിസരത്തുള്ളതായ നാടുകളും നമ്മുടെ കീഴിൽ വന്നത് റസൂൽ കണ്ടിട്ടില്ലല്ലോ. കണ്ടിരുന്നോ? റസൂൽ മരിക്കുന്ന ശേഷമാണല്ലോ സംഭവിക്കുന്നത്. പക്ഷെ റസൂൽ പറഞ്ഞു നമ്മളോട്, റോമ നിങ്ങളുടെ കയ്യിലായി കഴിഞ്ഞാൽ, പേർഷ്യ നിങ്ങളുടെ കയ്യിലായി കഴിഞ്ഞാൽ, അന്നത്തെ വൻ രാഷ്ട്രങ്ങൾ അതാണ്, നിങ്ങളുടെ കയ്യിലായി കഴിഞ്ഞാൽ റസൂൽ ചോദിക്കുന്നു, നിങ്ങൾ ആരായിരിക്കും അന്ന്? അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് മറുപടി പറഞ്ഞു, റസൂലേ, ഞങ്ങൾ അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്നവരായിരിക്കും ഇൻഷാ അല്ലാഹ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, അല്ല, അന്ന് സംഭവിക്കൽ നിങ്ങൾ പരസ്പരം എന്ത് ചെയ്യും? അങ്ങും ഇങ്ങും മത്സരിക്കും. കാശിൻ്റെ പേരിൽ, ദുനിയാവിൻ്റെ പേരിൽ, ഭൗതികത്തിൻ്റെ പേരിൽ, സ്ഥാനത്തിൻ്റെ പേരിൽ, മാനത്തിൻ്റെ പേരിൽ എന്ന് മാത്രമല്ല, അതിനെ നിങ്ങളെ പ്രേരിപ്പിക്കുന്നത് അസൂയാണ്. തഹാസദൂൻ, നിങ്ങൾ തഹാസദു സുമ്മ തഹാസദൂൻ, നിങ്ങൾ അങ്ങും ഇങ്ങും അസൂയാലുക്കളായി മാറുകയും ചെയ്യുമെന്ന് ജീവിതത്തിൽ കളവ് പറയാത്ത നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്ഥാനം കിട്ടണം എന്ന പേരിൽ അസൂയ വെച്ച് പുലർത്തിയിട്ട് നാട്ടുകാരുടെ പിന്നിലും വീട്ടുകാരുടെ പിന്നിലും സംഘടനകളുടെ പിന്നിലും ഭിന്നിപ്പുണ്ടാക്കുന്നതായ സ്വഭാവം നിങ്ങളിൽ ഉണ്ടാകുമെന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൂട്ടി പറഞ്ഞതാണ്. റസൂൽ പറയുന്നു, നിങ്ങൾക്ക് അസൂയ നിങ്ങളിലേക്ക് കയറി കൂടിക്കഴിഞ്ഞാൽ സുമ്മ തതദാബറൂൻ, നിങ്ങൾ നന്മയിൽ നിന്നിട്ട് പിന്നിടേണ്ടി വരും. സത്യം സ്ഥാപിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ജനങ്ങൾക്ക് നന്മ ചെയ്യുന്ന കാര്യത്തിൽ നിന്നിട്ട് പിന്മാറേണ്ടി വരും. നിങ്ങൾ പരസ്പരം അങ്ങുമിങ്ങും കാണാൻ പറ്റാത്ത, കോപ്പിച്ച് ജീവിക്കുന്ന, പ്രയാസപ്പെട്ട് ജീവിക്കുന്ന വിഭാഗമായി മാറും. തതബാഗദൂൻ. നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി മുസ്ലിമിൽ 2962 നമ്പർ ഹദീസാണ് നിങ്ങൾ കേട്ടത്. അസൂയ അപകടമാണ്. റസൂൽ പറയുന്നു, കണ്ണേറ് അതിലൂടെയാണ് ഉടലെടുക്കുന്നത്. ദബ്ബ ഇലൈക്കും ദാഉൽ ഉമമി ഖബ്ലക്കും, നിങ്ങളിലേക്ക് അഴിഞ്ഞാടുന്നതാണ് മുമ്പുള്ള ഉമമുകൾക്ക് വന്ന രൂപത്തിലുള്ളതായ രോഗങ്ങൾ. ടൈം അവസാനിച്ചു അല്ലേ? നിർത്തുകയാണ് ഞാൻ. അതെ, എന്താണത്? അൽ ഹസദ് വൽ ബഗ്ള. ഈ ഹദീസിന് അർത്ഥം വെച്ച് നിർത്തിക്കളയാം. അസൂയയും കോപവും അലാഹിയൽ ഹാലിഖ, അത് കളഞ്ഞു കളയുന്ന സാധനമാണ്. ഞാൻ പറയുന്നില്ല മുടി കളയുന്നതെന്ന് റസൂൽ പറയാണ്. പിന്നെയോ ദീൻ കളയും. ഒരു മുസ്ലിമിൽ നന്മ കാണുമ്പോൾ, ഒരു മുസ്ലിമിൽ പുരോഗതി കാണുമ്പോൾ അത് കണ്ട് സഹിക്ക വയ്യാതെ അസൂയയിൽ ഉണ്ടാകുന്നതായ കണ്ണേറാണ് നാം പറഞ്ഞു വരുന്നതായ കണ്ണേർ. ആ കണ്ണേറിൽ നിന്നിട്ട് രക്ഷ നേടാനുള്ളതായ മാർഗമാണ് ഉപയോഗിക്കേണ്ടതായ പ്രാർത്ഥനകൾ. ആ പ്രാർത്ഥനകൾ ഉപയോഗിക്കേണ്ടത് പോലെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് കണ്ണേർ ഫലിക്കുകയില്ല. ഇനി കണ്ണേർ ഫലിച്ചാൽ തന്നെ അത് മാറാൻ വേണ്ടിയും പ്രാർത്ഥനയുണ്ട് എന്ന് മാത്രമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളോട് കഴുകാൻ വേണ്ടി ചോദിച്ചാൽ കഴുകണം, കുളിക്കാൻ വേണ്ടി പറഞ്ഞാൽ കുളിക്കണം, ഒതു
പിടിക്കാൻ വേണ്ടി എന്നർത്ഥം എന്നും നമുക്ക് വേണമെങ്കിൽ മനസ്സിലാക്കാം. അഥവാ നമ്മുടെ കണ്ണേറ് തട്ടിയിട്ടാണ് ഇന്നാൾക്ക് രോഗം ബാധിച്ചതെന്ന് ഉറപ്പുണ്ടെങ്കിൽ നമ്മളോട് നിങ്ങളൊന്ന് ഒതു പിടിച്ചിട്ട് അതിൻ്റെ വെള്ളം തരണം, അതിലൂടെ ചികിത്സിച്ചാൽ രോഗം മാറുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. കാരണം നിങ്ങളുടെ ശരീരം സ്പർശിച്ച തട്ടിയതായ വെള്ളം, നിങ്ങളിലൂടെ വന്ന അസൂയ, നിങ്ങളുടെ വന്നതായ ആ വിഷം മാറാൻ അതേ വെള്ളം ഉപയോഗിക്കുമ്പോൾ മാറുമെന്ന് റസൂൽ പഠിപ്പിച്ചതാണ്. അത് ആവശ്യപ്പെട്ടാൽ നിങ്ങൾ കൊടുക്കണമെന്ന് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി. ഇതൊക്കെ ചികിത്സിക്കുന്ന ശൈലിയിൽപ്പെട്ട ഒന്നാണ്. മറ്റാൾക്ക് കണ്ണേറ് ഒരാളിലൂടെ തട്ടിക്കഴിഞ്ഞാൽ അയാളിലൂടെയാണ്, അയാൾ പറഞ്ഞ വാക്കിലൂടെയാണ് ഈ കണ്ണേറ് തട്ടിയത് എന്ന് ഒരാൾക്ക് ഉറപ്പുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അയാളോട് നിങ്ങളൊന്ന് ഒതു പിടിച്ച വെള്ളം തരണമെന്ന് ആവശ്യപ്പെടാം. അങ്ങനെ ആ വെള്ളത്തിലൂടെ ഇയാൾ അത് കുടിക്കുകയും കുളിക്കുകയും അല്ലെങ്കിൽ അത് കൊണ്ട് കഴുകുകയും ചെയ്താൽ അയാളുടെ രോഗം മാറുമെന്നതാണ് ഹദീസ് പഠിപ്പിക്കുന്നത്. അത് അനുഭവവും അങ്ങനെ തന്നെയാണ്, അത് സ്ഥിരീകരിക്കപ്പെട്ടതായ യാഥാർത്ഥ്യവുമാണ്. അത് തട്ടിക്കഴിഞ്ഞാലുള്ളതാണ്. തട്ടുന്നതിന് മുമ്പുള്ളതായ ആ പ്രതിരോധ വകുപ്പ് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ഇനിയും അത്തരം കാര്യങ്ങൾ എന്നിട്ട് ശേഷിക്കുന്ന ഭാഗങ്ങൾ അടുത്ത ക്ലാസ്സുകളിൽ കേൾക്കാൻ പോകുന്നുണ്ട്. അടുത്ത ക്ലാസ്സുകളിൽ നമുക്ക് അള്ളാഹു തൗഫീക്ക് ചെയ്താൽ കണ്ണേറിൻ്റെ ചില ഭാഗങ്ങൾ പറഞ്ഞതുപോലെ മാരണവും പറയാം, അഥവാ സിഹർ പറയാം. അതുപോലെ തന്നെ ജിന്നുകളെക്കുറിച്ച് നമുക്ക് വിശദമായി കേൾക്കുകയും ചെയ്യാം. അള്ളാഹു അതിന് ആരോഗ്യവും ദീർഘായുസ്സും നമുക്കെല്ലാവർക്കും നൽകുമാറാകട്ടെ. പഠിച്ചതിൽ നിന്നിട്ട് അമൽ ചെയ്യേണ്ട ഭാഗങ്ങൾ അമൽ ചെയ്യാനും അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. പ്രത്യേകിച്ച് പലരും പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ട്. രോഗികൾ, അവർക്ക് വേണ്ടി, മരണപ്പെട്ടവർ, അവരുടെ കുടുംബങ്ങൾ, മരിച്ചവർക്ക് വേണ്ടി. നമ്മിൽ നിന്നിട്ട് മരണപ്പെട്ടവർക്ക് അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. നാം മരിക്കുമ്പോൾ നമ്മുടെ ഖബറും അള്ളാഹു സ്വർഗ്ഗത്തുപ്പാക്കി മാറ്റട്ടെ. നമ്മിൽ നിന്നിട്ട് രോഗമുള്ളവരുടെ എല്ലാം രോഗത്തെ അള്ളാഹു സുഖപ്പെടുത്തുകയും അവരിൽ നിന്നിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുന്ന, രോഗശൈലിയിൽ കിടക്കുന്നവർക്ക് ഡിസ്ചാർജ് ആകുവാനും അതുപോലെ രോഗത്തിൽ നിന്നിട്ട് ശമനം ലഭിക്കുവാനും അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഇണകളില്ലാത്തവർക്ക് സാലിഹീങ്ങളായ ഇണകളെ നൽകട്ടെ. സന്താനമുള്ളവർക്കും ഇല്ലാത്തവർക്കും സാലിഹീങ്ങളായ സന്താനങ്ങൾ നൽകട്ടെ. ഹൃദയത്തിൽ കണ്ണീർ പോലോത്ത, മരണം പോലോത്ത രോഗങ്ങൾ തട്ടിയതായ വിഭാഗത്തിൻ്റെ രോഗങ്ങളെയെല്ലാം അള്ളാഹു സുഖപ്പെടുത്തട്ടെ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ് വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.